നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് നാളെ വിധിയെഴുത്ത്. തെറ്റായ രാഷ്ട്രീയ സംസ്കാരത്തിനെതിരെ പാലക്കാട് വിധിയെഴുതും EN സുരേഷ് ബാബു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് 1,94,706 വോട്ടർമാർ, സ്ഥാനാർത്ഥികൾ 10. റേഷൻ വ്യാപാരികൾ കടകളടച്ച് സമരം നടത്തി. ഞാൻ റീത്ത. വാർത്തകൾ വിശദമായി. പാലക്കാട് നാളെ വിധിയെഴുത്ത്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് നാളെ നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ വോട്ടവകാശം വിനിയോഗിക്കാം. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ഇന്ന് നടന്നു. 184 പോളിംഗ് ബൂത്തുകൾ ഈ തിരഞ്ഞെടുപ്പിലുണ്ട്. 7 ബൂത്തുകളാണ് പ്രശ്നബാധിതമായി കണക്കാക്കിയിട്ടുള്ളത്. 49, 50, 56, 57, 58, 177, 179 എന്നിവയാണിവ. ഇവിടങ്ങളിൽ അധിക സുരക്ഷ കണക്കിലെടുത്ത് കേന്ദ്ര സുരക്ഷാ സേനയെ വിന്യസിക്കും. വനിതാ ഉദ്യോഗസ്ഥർ മാത്രമുള്ളതും അംഗപരിമിതർ നിയന്ത്രിക്കുന്നതുമായ ഓരോ ബൂത്തുകളുണ്ട്. മാതൃകാ ബൂത്തുകൾ 9 എണ്ണവുമുണ്ട്. എല്ലാ ബൂത്തുകളിലും റാമ്പ്, ശൗചാലയം, കുടിവെള്ള സൗകര്യം എന്നിവ ഉണ്ടാകും. ഭിന്നശേഷി വോട്ടർമാർക്ക് അത്യാവശ്യ സമയങ്ങളിൽ വാഹന സൗകര്യം ലഭിക്കും. വോട്ട് ചെയ്യാൻ തിരിച്ചറിയൽ രേഖകളായി ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന് പുറമെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ പതിച്ച ബാങ്ക്, പോസ്റ്റ് ഓഫീസ് പാസ്ബുക്ക്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിൽ കാർഡ്, തൊഴിൽ മന്ത്രാലയം നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ്, സർവീസ് ID കാർഡ്, MP, MLA, MLC മാരുടെ ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ, NPR, RGI നൽകുന്ന സ്മാർട്ട് കാർഡ് എന്നിവ ഉപയോഗിക്കാം. തെറ്റായ രാഷ്ട്രീയ സംസ്കാരത്തിനെതിരെ പാലക്കാട് വിധിയെഴുതും EN സുരേഷ് ബാബു. തെറ്റായ രാഷ്ട്രീയ സംസ്കാരത്തിനെതിരായ വിധിയെഴുത്താവും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്ന് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. LDF വിജയം ഉറപ്പിക്കുന്ന ജനപങ്കാളിത്തമാണ് ഇന്നലെ കൊട്ടിക്കലാശത്തിൽ ദൃശ്യമായതെന്ന് സുരേഷ് ബാബു പറഞ്ഞു. UDFന്റെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും എതിരായി പാലക്കാട്ടുകാർ വിധിയെഴുതും. വ്യാജ വോട്ടർമാരെ ഒരു കാരണവശാലും വോട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്നും അതിന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ജാഗ്രത പുലർത്തണമെന്നും CPIM ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു. 36, 60, 61, 62, 63, 64, 65 എന്നീ ബൂത്തുകളിലായി 360ഓളം കള്ളവോട്ടുകൾ തയ്യാറാക്കി വെച്ചതായുള്ള വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇവിടങ്ങളിലെ വ്യാപകമായ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഓപ്പൺ വോട്ട് ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കാൻ സാധ്യതയുള്ളതായും CPIM ജില്ലാ സെക്രട്ടറി അറിയിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് 1,94,706 വോട്ടർമാർ, സ്ഥാനാർത്ഥികൾ 10. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 1,94,706 പേർ വോട്ടർമാർ, 1,290 പേർ സ്ത്രീകളാണ്. 2,445 പേർ ആദ്യമായി വോട്ട് ചെയ്യുന്നവരാണ്. 229 പേർ പ്രവാസി വോട്ടർമാരാണ്. 4 പേർ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. 790 പേർ ഭിന്നശേഷി വിഭാഗക്കാരാണ്. 10 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ UDF, ഡോക്ടർ P സരിൻ LDF, C കൃഷ്ണകുമാർ NDA. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ M രാജേഷ് ആലത്തൂർ, രാഹുൽ R, രാഹുൽ മണലാഴി, NSK പുരം ശശികുമാർ, S ചെൽവൻ, B ഷമീർ, ഇടുപ്പശ്ശേരി സിദ്ദിഖ് എന്നിവരാണ്. റേഷൻ വ്യാപാരികൾ കടകളടച്ച് സമരം നടത്തി. റേഷൻ വ്യാപാരികൾ സമരം നടത്തി. സംസ്ഥാനത്തെ ഒരു വിഭാഗം റേഷൻ വ്യാപാരികളാണ് ഇന്ന് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കടകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചത്. റേഷൻ സംയുക്ത സമരസമിതി അംഗങ്ങളാണ് ഇന്ന് കടകൾ അടച്ച് സമരം നടത്തിയത്. ജില്ലയിലെ 500ഓളം വരുന്ന വ്യാപാരികൾ സമരത്തിൽ പങ്കുചേർന്നു. 3 മാസമായി റേഷൻ കമ്മീഷൻ നൽകിയിട്ടില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. പോളിസി സംവിധാനം അടിച്ചേൽപ്പിക്കുന്നതിനാൽ ഇഷ്ടമുള്ള ഇനം അരി ഉപഭോക്താക്കൾക്ക് നൽകാൻ കഴിയുന്നില്ല. അതേപോലെ വേതന പാക്കേജിലെ കാലോചിതമായ മാറ്റം 7 വർഷമായി നടപ്പാക്കിയിട്ടില്ലെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി. കടകളടച്ച് സമരം ചെയ്ത വ്യാപാരികൾ എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും ധർണാ സമരം സംഘടിപ്പിച്ചു. ഒറ്റപ്പാലത്തെ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം സംസ്ഥാന വൈസ് പ്രസിഡന്റ് VP ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. നസീർ അധ്യക്ഷനായി. ഗിരീഷ്, സേതുരാജ്, ഗോപി, വാണിയംകുളം, ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. വിജയൻ നന്ദി പറഞ്ഞു. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചെക്കന്റെയും പെണ്ണിന്റെയും പൊരുത്തം ചേർന്ന് വന്നാൽ തന്നെ കല്യാണം കഴിഞ്ഞ പോലെ. അതെങ്ങനെ ശരിയാകും? ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ? നിങ്ങൾക്കോ? അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട്, എനിക്ക് പൊരുത്തമായ ബനാറസി, ചേട്ടന് പൊരുത്തമായ കുർത്ത, ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി, കസവുമുണ്ട്.
കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ. ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയിടം ശ്രീ ഗണപതി സിൽക്സ്. ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സിൽക്സ് ഓഗസ്റ്റ് 23 മുതൽ പാലക്കാടിലും. വാർത്ത തുടരുന്നു. സ്ത്രീ ഉന്നമനവും ശാക്തീകരണവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ലക്ഷ്യമിട്ട് പെൺപെരുമ രൂപീകരിച്ചു. സ്ത്രീകളുടെ ഉന്നമനവും ശാക്തീകരണവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകി പെൺപെരുമ സംഘടനയ്ക്ക് രൂപം നൽകി. പാലക്കാട് പ്രേംദീപ് ജ്വൽസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ രശ്മി ദേവരാജ് അധ്യക്ഷയായി. യോഗം ഭാരവാഹികളായി ഗായത്രി പ്രസിഡന്റ്, സൗന്ദര്യ വൈസ് പ്രസിഡന്റ്, ഫെബിന യാസർ ജനറൽ സെക്രട്ടറി, സായി പ്രഭ ജോയിന്റ് സെക്രട്ടറി, വിദ്യ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. ഡിസംബർ 1 മുതൽ മാർച്ച് 8 വരെ വിവിധ പരിപാടികൾ സംഘടന സംഘടിപ്പിക്കും. മാർച്ച് 8 വനിതാ ദിനത്തിൽ ദേശീയ, സംസ്ഥാന, ജില്ലാ തലത്തിൽ വ്യത്യസ്ത മേഖലകളിൽ വിജയം നേടിയ വനിതകളെ ആദരിക്കുന്ന അവാർഡ് നൈറ്റ് നടത്താനും യോഗം തീരുമാനിച്ചു. മേൽപ്പാലത്തിനരികിൽ മാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധർ. കടുക്കാംകുന്നം റെയിൽവേ മേൽപ്പാലത്തിനരികിൽ മാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധർ. കേടുവന്ന ഉണക്കമീൻ, സാനിറ്ററി നാപ്കിനുകൾ, പാമ്പേഴ്സ്, മലം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഇവിടെ പുഴുവരിച്ച നിലയിൽ കണ്ടത്. ഇത് വൃത്തിയാക്കാൻ ഇറങ്ങിയ ഹരിതകർമ്മ സേനാംഗങ്ങളിൽ ചിലർക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടു. എല്ലാം കൊണ്ട് ഇവിടെ ഇടുകയാണ്, എല്ലാം കൈയിട്ട് വാരലും ഞങ്ങളും മീനും എന്താ പറയാ പാമ്പേഴ്സും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊണ്ടിടുന്നുണ്ട്. ഒക്കെ ഞങ്ങളെല്ലാവരും നാട്ടുകാർക്കൊരു മനസാക്ഷിയില്ല. എല്ലാം കൊണ്ട് ഇടുക. ഞങ്ങൾ ഹരിതകർമ്മ സേനക്കാരൊക്കെ കൈയിട്ട് വാരുക. എല്ലാ വൃത്തികേടുകളും ഇവിടെ തന്നെ കൊണ്ടുവിടുന്നത്. ഇതൊന്നുമില്ല, എല്ലാം കൊണ്ടിടുന്നുണ്ട്. അസഹനീയമായ ദുർഗന്ധമാണ് നേരിടുന്നതെന്നാണ് പരിസരവാസികൾ പരാതിപ്പെടുന്നത്. വീട്ടമ്മയുടെ കൊലപാതകം, പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ചെറുപ്പുളശ്ശേരി മാങ്ങോട് സുനിത കൊലക്കേസിലെ പ്രതി സത്യനെയാണ് മാങ്ങോട് എത്തിച്ച് തെളിവെടുത്തത്. തീർത്തും നിസ്സംഗനായി സംഭവം വിവരിച്ച സത്യൻ ഒളിച്ചിരുന്നാണ് സുനിതയെ ആക്രമിച്ചതെന്ന് പറഞ്ഞു. വീട്ടമ്മയായ പൊന്നാനി തെക്കഞ്ചേരി സുനിത 50 ഇന്നലെ പുലർച്ചെ വീട്ടിൽ കുത്തേറ്റു മരിച്ചത്. ഇന്നലെ വൈകിട്ടോടെയാണ് പട്ടാമ്പിയിലെ ലോഡ്ജിൽ നിന്നും പ്രതിയെ പോലീസ് പിടികൂടിയത്. സമ്പൂർണ്ണ സമർപ്പണം കൊണ്ടുവന്ന വിജയം, ആഹ്ലാദ നിറവിൽ പൊതുവിദ്യാലയം. സമ്പൂർണ്ണ സമർപ്പണം മാത്രം കൊണ്ട് വിജയം സ്വന്തമാക്കിയ ആഹ്ലാദ നിറവിൽ ഒരു പൊതുവിദ്യാലയം. മലമ്പുഴ കടുക്കാംകുന്ന് ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. പാലക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലാണ് ഈ നേട്ടം. 75ഓളം സ്കൂളുകൾ മാറ്റുരച്ചതിൽ 65 പോയിന്റുകളാണ് കടുക്കാംകുന്നം സ്കൂൾ നേടിയത്. പങ്കെടുത്ത 11 സിംഗിൾ ഐറ്റങ്ങളടക്കം 13 മത്സരങ്ങളിൽ 13ലും എ ഗ്രേഡോടെയാണ് കടുക്കാംകുന്നം ഓവറോൾ കിരീടം നേടിയത്. സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും സന്തോഷാഘോഷ യാത്ര നടത്തിയാണ് നേട്ടത്തിന്റെ മധുരം പങ്കുവെച്ചത്. പ്രത്യേക പരിശീലനങ്ങളുടെ അകമ്പടി ഇല്ലാതെയാണ് ഈ വിജയം. ഒരു സാധാരണ ഗവൺമെൻറ് വിദ്യാലയത്തിനും ഒരു ഉന്നതമായ വിജയം നേടാനാവുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് GLPS കടുക്കാംകുന്നം. ഒട്ടേറെ മത്സരമുള്ള ഒരു മേഖലയാണ് ഉപജില്ലാ കലോത്സവം. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ കൊച്ചു വിദ്യാർത്ഥികൾ ഏറ്റവും മികച്ച നേട്ടത്തോടെ ഷീൽഡ് കരസ്ഥമാക്കിയത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും അതിൽ അഭിമാനിക്കുന്നു. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജ്വൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. സൈക്കിൾ റാലിയും മിനി മാരത്തണും സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് അവബോധ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് സ്വീപ് പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മിനി മാരത്തണും സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചത്. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെയായിരുന്നു പരിപാടി. ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ഫോർഡ് റണ്ണേഴ്സ് പാലക്കാട്, ഫോർഡ് പെഡലേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. മുണ്ടിവീക്കം വർദ്ധിക്കുന്നു, ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം. ജില്ലയിൽ മുണ്ടിവീക്കം കേസുകൾ വർദ്ധിക്കുന്നു. ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ. 5 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ രോഗം കൂടുതൽ ബാധിച്ചു കാണുന്നത്. പക്ഷേ കുട്ടികളിലേതിനേക്കാൾ രോഗം ഗുരുതരമാകുന്നത് മുതിർന്നവരിലാണ്. വായുവിലൂടെ പകരുന്ന രോഗം ബാധിക്കുന്നത് ഉമിനീർ ഗ്രന്ഥികളെയാണ്. ചെവിയുടെ താഴെ കവിളിന്റെ വശങ്ങളിലാണ് വീക്കം പ്രധാനമായും ഉണ്ടാകുന്നത്. ചെറിയ പനിയും തലവേദനയുമാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. വായ തുറക്കാനും ചവയ്ക്കുവാനും വെള്ളമിറക്കാനും പ്രയാസം നേരിടും. വിശപ്പില്ലായ്മയും ക്ഷീണവുമാണ് മറ്റ് ലക്ഷണങ്ങൾ. സാധാരണയായി ചുമ, തുമ്മൽ, മൂക്കിൽ നിന്നുള്ള സ്രവങ്ങൾ, രോഗികളുമായുള്ള സമ്പർക്കം എന്നിവയിലൂടെയാണ് പകരുക. അസുഖബാധിതർ പൂർണ്ണമായി രോഗം
ഭേദമാകും വരെ വീട്ടിൽ വിശ്രമിക്കണം. വായുവിലൂടെ പകരുന്ന രോഗമായതിനാൽ മാസ്ക് ധരിക്കുക. അമ്പലപ്പാറ പഞ്ചായത്തിൽ കേരളോത്സവം 30 മുതൽ. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവ മത്സരങ്ങൾ 30 മുതൽ ആരംഭിക്കും. വിവിധ ഇനങ്ങളിൽ ഡിസംബർ 15 വരെ നീണ്ടു നിൽക്കും. അപേക്ഷാ ഫോറങ്ങൾ ഹെൽപ്പ് ഡെസ്കിൽ 20 മുതൽ 27 വരെ സ്വീകരിക്കും. നവംബർ 1-ന് 15-നും 40-നും മധ്യ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. അപേക്ഷയോടൊപ്പം ആധാർ കാർഡ് കോപ്പി, ഫോട്ടോ എന്നിവ സമർപ്പിക്കണം. സംഘാടക സമിതി യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പി മുഹമ്മദ് കാസിം, എം ബിന്ദു എന്നിവർ സംസാരിച്ചു. അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒന്നും ചെയ്യാൻ പറ്റാതെ ഉദ്ഘാടനം നടത്താതെ ഒന്നും ചെയ്യാൻ പറ്റാതെന്ന ജില്ല മൊത്തം പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ്. ആ ഒരു കണ്ടീഷനിൽ നിൽക്കുന്നതാണ് ഇങ്ങനെ ഒരു സർക്കുലർ വന്നത്. സർക്കുലർ വന്ന അന്ന് തന്നെ ഞങ്ങൾ ഇതിനെ ആലോചിച്ചുകൊണ്ട് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി കൊടുക്കുന്നത്. നമുക്കത് നടത്തണം. അത് നടത്താനായിട്ട് വേറിട്ട ഉത്സവമായി വരയുത്സവം. ലക്കിടി മുളഞ്ഞൂർ സ്കൂളിലെ പ്രീ പ്രൈമറി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിലാണ് വരയുത്സവം നടന്നത്. മഞ്ഞളും പൂക്കളും കരിക്കട്ടയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വരയിൽ പ്രകൃതിയായിരുന്നു വിഷയം. രക്ഷിതാക്കളുടെ കവിത, കഥാരചന മത്സരങ്ങളും ഉണ്ടായി. മേഘ്ന രാജഗോപാലിന് 1ാം സ്ഥാനവും മിനി സതീഷിന് 2ാം സ്ഥാനവും പ്രതിഭ അജീഷിന് 3ാം സ്ഥാനവും ലഭിച്ചു. മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ രക്ഷിതാക്കൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. മധുര പലഹാര വിതരണവും ഉണ്ടായി. വരയുത്സവം ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ബേബി ഗിരിജ അധ്യക്ഷയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക ബി ഹേമ സ്വാഗതവും എം ഉഷ നന്ദിയും പറഞ്ഞു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. തെരഞ്ഞെടുപ്പ് അവബോധനം. ചുമർ ചിത്രം ശ്രദ്ധേയമായി. തെരഞ്ഞെടുപ്പ് അവബോധ സ്വീപ് പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മണപ്പുള്ളിക്കാവ് ഹൈവേ ജംഗ്ഷനിൽ ചുമർ ചിത്രം തയ്യാറാക്കിയത്. പാലക്കാട് ആറ്റംസ് കോളേജ് ഫൈനാൻസ് വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് ഇത് വരച്ചത്. ചിത്രം കളക്ടർ ഡോക്ടർ എസ് ചിത്ര പ്രകാശനം നിർവഹിച്ചു. സ്വീപ് നോഡൽ ഓഫീസർ റബിൻ രാജ്, ഡെപ്യൂട്ടി കളക്ടർ സച്ചിൻ കൃഷ്ണ എന്നിവരും സന്നിഹിതരായിരുന്നു. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. അമ്പലപ്പാറ മുരുക്കുംപറ്റയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിൽ നിന്നാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളായ ഹാൻഡ്സ്, കൂൾ എന്നിവ പിടികൂടിയത്. അമ്പലപ്പാറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശാനുസരണം ഹെൽത്ത് ഇൻസ്പെക്ടർ വി സുധി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ ഡി ദീപക്, ജോസഫ് ബിനു, സുമ, വിജുലക്ഷ്മി തുടങ്ങിയവരടങ്ങിയ ആരോഗ്യ വിഭാഗം സ്ക്വാഡ് പരിശോധന നടത്തി സാധനങ്ങൾ പിടിച്ചത്. മഹസർ രേഖപ്പെടുത്തി കേസെടുക്കുന്നതിനായി സ്ഥാപന ഉടമയെ പോലീസിന് കൈമാറി. കാലുകൊണ്ട് ഛായാചിത്രം തീർത്ത പ്രണവ് കൗതുകപൂർവ്വം അവർ ആ കൂട്ടുകാരന്റെ കഴിവ് കണ്ടുനിന്നു. പലാവൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് കരം പോലെ കാലും ചിത്രരചനയ്ക്ക് ഉപയോഗിക്കാമെന്നത് അനുഭവവേദ്യമായത്. ഭിന്നശേഷിക്കാരനായ പ്രണവ് ആലത്തൂരാണ് കാലുകൾ കൊണ്ട് ചാച്ചാ നെഹ്റുവിന്റെ ഛായാചിത്രം തയ്യാറാക്കിയത്. ദേശീയ അധ്യാപക പുരസ്കാര ജേതാവ് എ ഹാറൂൺ, PTA പ്രസിഡന്റ് കെ കോകില, സ്കൂൾ ലീഡർ എസ് മുഹമ്മദ് അനസ്, ഡി പ്രിയസൂന, കെ ഗിരിജ, എം ടിൻഡു, PV രേഷ്മ എന്നിവർ സംസാരിച്ചു. സിനിമയിലെ
ദേശം ലേഖന മത്സരം എൻട്രികൾ ക്ഷണിച്ചു. സിനിമയിലെ ദേശം ലേഖന മത്സരം ജനുവരിയിൽ ഒറ്റപ്പാലത്ത് നടക്കുന്ന ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായാണ് ലേഖന മത്സരം സംഘടിപ്പിക്കുന്നത്. UG PG ഗവേഷണ വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. 1000 വാക്കുകളിൽ കവിയാതെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഉള്ളടക്കം തയ്യാറാക്കാം. ലേഖനങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 31-നാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് നാളെ വിധിയെഴുത്ത്. തെറ്റായ രാഷ്ട്രീയ സംസ്കാരത്തിനെതിരെ പാലക്കാട് വിധിയെഴുതും EN സുരേഷ് ബാബു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് 1,94,706 വോട്ടർമാർ, സ്ഥാനാർത്ഥികൾ 10. റേഷൻ വ്യാപാരികൾ കടകളടച്ച് സമരം നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.